ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം രാജ്യാന്തര ബന്ധങ്ങളിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടല്ലോ. ആദ്യം UAE, പിന്നെ സൗദി, ഇപ്പോഴിതാ കുവൈറ്റും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. സൗദി പാകിസ്ഥാൻ കരാർ പോലെ പാകിസ്ഥാനുമായി ഒരു തന്ത്രപരമായ കരാറിൽ ഏർപ്പെടാനാണ് ശ്രമിക്കുന്നത്. 3 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള കുവൈറ്റ് തങ്ങളുടെ സംരക്ഷണത്തിന് അമേരിക്ക പോരാ എന്ന തരത്തിൽ ചിന്തിക്കുകയാണോ? ഗൾഫിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു എന്ന തോന്നലാണോ നമുക്കും ഇവിടെ ലഭിക്കുന്നത്? അപ്പോൾ ഈ ഇറാൻ യുദ്ധം ഇവർക്ക് തിരിച്ചറിവിൻ്റേത് കൂടിയായി മാറിയോ? ഇവിടെ ഇപ്പോൾ ശ്രദ്ധ കുവൈറ്റിലേക്കാണ്. എന്തുകൊണ്ട് കുവൈറ്റ്? കുവൈറ്റിലാണ് നിരന്തരമായ ഇറാനിയൻ ആക്രമണം ഈ 13 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ സംഭവിച്ചത്. ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ കുവൈറ്റിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ, അമേരിക്കൻ സേനാ താവളങ്ങൾ ആക്രമണ വിധേയമായി. 3 രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തത്: ജോർദാൻ, കുവൈറ്റ് ആൻഡ് ബഹ്റൈൻ. മറ്റു രാജ്യങ്ങളെ വെറുതെ വിടുന്നൊരു സമീപനമായിരുന്നു കഴിഞ്ഞ 13 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇറാൻ അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി. അപ്പോൾ കുവൈറ്റ് മാറി ചിന്തിക്കുന്നു എന്ന സൂചന ഇപ്പോൾ പ്രബലമാണ്. അമേരിക്കൻ ഒരു സഖ്യത്തിൽ നിന്നും പുറത്തു പോകുന്നത് അസാധ്യമാണ്. ചെറിയ രാജ്യമായ കുവൈറ്റിനെ മോചിപ്പിച്ചത് അമേരിക്കയാണ് എന്നോർക്കണം. സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ ഒരു പ്രവിശ്യയായി കുവൈറ്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് 91 കുവൈറ്റ് യുദ്ധം അരങ്ങേറിയപ്പോൾ കുവൈറ്റിന് ആ രാജ്യ പദവി തന്നെ നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാൻ അമേരിക്കയ്ക്കും അമേരിക്കയുടെ നെയ്റ്റോ സഖ്യകക്ഷികൾക്കും ചേർന്ന് കഴിഞ്ഞതുമാണ്. വീണ്ടും സദ്ദാം ഹുസൈനെ പുറത്താക്കുന്ന ആ ഒരു സമയത്തും കുവൈറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ 2 യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം മുഴുവൻ പേറിയ ഒരു രാജ്യമാണ് കുവൈറ്റ്. അമേരിക്കയുമായി സൈനിക ഉടമ്പടി ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കുവൈറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സ്വന്തമായി വലിയ സൈനിക സന്നാഹങ്ങളുള്ള രാജ്യമല്ല കുവൈറ്റ് എന്നോർക്കണം. ഓൺ ടെക്നോളജി, ഓൺ റിസോഴ്സ് ഒന്നും ഉപയോഗിച്ച് അങ്ങനെ സൈനിക ബിൽഡപ്പ് ഉണ്ടാവില്ല. എണ്ണപ്പണം, കുവൈറ്റ് ദിനാറാണ് ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കറൻസി. അപ്പോൾ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട് കുവൈറ്റിന്. അത് ശരിയാണ്. പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈ ആണ്. ഗൾഫ് പ്രദേശത്തെ ഏറ്റവും റിച്ച് രാജ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിലാണ് കുവൈറ്റ്. പക്ഷേ സൈനികമായി ഇറാനുമായി കമ്പയർ ചെയ്യാവുന്ന രാജ്യമല്ലല്ലോ. അപ്പോൾ ഇറാനുമായി മാത്രമല്ല, ഇനി അവസാനം ഇസ്രയേൽ ഉൾപ്പെടെ നാളുകളിൽ എന്താണ് കുവൈറ്റിന് നേരെ ഉള്ള നയം അതറിയില്ല. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ 2023 എത്തിച്ചേർന്ന ഒരു ചെറിയ സൈനിക കരാറുണ്ട്. അത് സൈനിക ഓപ്പറേഷൻ മാത്രമാണ്. സൗദി അറേബ്യയുമായി 2025 പാകിസ്ഥാൻ എത്തിച്ചേർന്നതുപോലെയുള്ള സമഗ്ര സൈനിക സഹകരണ കരാറല്ല. സൗദിയുമായുള്ള കരാറിൽ പറയുന്നത് സൗദി എന്ന രാജ്യമോ പാകിസ്ഥാൻ എന്ന രാജ്യമോ ഏതെങ്കിലും ശത്രു രാജ്യത്താൽ ആക്രമിക്കപ്പെട്ടാൽ അത് 2 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് 2 രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ആക്രമണകാരിയെ പരാജയപ്പെടുത്തണം, അവർക്കെതിരെ നീങ്ങണം. അതാണ് കളക്റ്റീവ് സെക്യൂരിറ്റി. ഈ പാരഡൈം അനുസരിച്ച് സൗദി അറേബ്യ ഇപ്പോൾ ആക്രമണ വിധേയമായിരിക്കുന്നു ഹൂതികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ സ്വാഭാവികമായി ഈ കരാർ അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാന്റെ സേനകൾ ഹൂതികളെ അറ്റാക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അതിൻ്റേതായ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യ. അതുകൊണ്ട് പാകിസ്ഥാൻ ആക്റ്റീവായി ഇപ്പോൾ യുദ്ധരംഗത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരു നിലയിലല്ല. പക്ഷേ ഭാവിയിൽ അതുണ്ടായി കൂടായികയില്ല. ഗൾഫ് പ്രദേശത്തല്ല എങ്കിൽ പോലും മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവ ശക്തിയുള്ള ഏകരാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ചങ്ങാത്തം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങൾ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ പാകിസ്ഥാന് മാത്രം നൽകാവുന്ന ഒരു സുരക്ഷ മറ്റൊരു അറബി രാജ്യത്തിനും മറ്റൊരു മുസ്ലിം രാജ്യത്തിനും, ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യക്ക് പോലും നൽകാനാവില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനുമായി ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു കരാറിൻ്റെ ആലോചനയിലാണ്. സൗദി മാതൃകയിലുള്ളൊരു കരാറാണ് ഒരുപക്ഷെ കുവൈറ്റ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ അതിനോട് പൂർണ്ണമായി യോജിക്കില്ല. കാരണം കൂടുതൽ മേഖലകളിൽ പാകിസ്ഥാൻ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോഴും അത് ചിലപ്പോൾ പാകിസ്ഥാനൊരു ബാധ്യതയാകും. പക്ഷേ സാമ്പത്തികമായ ചില നേട്ടങ്ങളുമുണ്ട്. പാകിസ്ഥാന് ആവശ്യമുള്ളത് എണ്ണയാണ്, ഏറെ കുവൈറ്റിനുള്ളതും എണ്ണയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഊർജ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഓയിൽ പൂൾ, ഓയിൽ റിസർവ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റിസർവ്സ് ഇൻ പാകിസ്ഥാൻ വലിയ ടാങ്കറുകളിൽ എണ്ണ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ലാൻഡ് ബേസ് സംഭരണ കേന്ദ്രങ്ങളിൽ നിറയ്ക്കാനൊരു പദ്ധതി കുവൈറ്റ് മുന്നോട്ട് വെച്ചു. കാരണം കുവൈറ്റിന് ഏറെയുള്ള എണ്ണ
ഈ ഹോർമൂസ് വഴി കടൽ ഗതാഗതം സാധ്യമാകുന്ന സമയത്ത് പാകിസ്ഥാനിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ എത്തിക്കാൻ കഴിയും, അവർക്ക് തന്നെ റിഫൈൻ ചെയ്തെടുക്കാൻ കഴിയും, അത് വൻതോതിൽ സംഭരിച്ചു വെക്കാൻ കഴിയും. ഊർജ്ജ സുരക്ഷ ഇല്ലാത്ത ഇന്ത്യയെ പോലെ ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഈ സാമ്പത്തികമായി ഈ പല രീതിയിലും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. കാരണം പാകിസ്ഥാനുള്ളിൽ കാര്യങ്ങൾ അത്ര ശുഭമല്ല. പാകിസ്ഥാൻ ഇന്റേണൽ ഡിവിഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിലും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, അതായത് ഖൈബർ പഖ്തൂൺഖായിലും, എന്തിന് പാക് അധിനിവേശ കാശ്മീരിലും, ജിൽജിത് ബാൾട്ടിസ്ഥാൻ ആൻഡ് ആസാദ് കാശ്മീർ, ഈ 2 പ്രദേശത്തും എല്ലാം തന്നെ സംഘർഷം ഘനീഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വ്യാവസായിക ഉൽപ്പാദനത്തിന് ആവശ്യമുള്ള വിഭവങ്ങൾ, പലപ്പോഴും കൽക്കരി ഉൾപ്പെടെയുള്ള നാച്ചുറൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബലൂചിസ്ഥാനിൽ നിന്നും ഒരുപക്ഷെ കിട്ടാതെ ആയേക്കാം. പാകിസ്ഥാൻ നാളുകളിൽ ഇങ്ങനെ നിലനിൽക്കും. ബലൂചിസ്ഥാനിൽ നിന്നുള്ള ഗ്യാസ് അല്ലെങ്കിൽ കൽക്കരി വരവ് പൂർണ്ണമായും നിലയ്ക്കുകയും ബലൂചിസ്ഥാൻ പൂർണ്ണ അർത്ഥത്തിൽ ഒരു രാജ്യമായി മാറുകയും ചെയ്താൽ, കറാച്ചി തുറമുഖം വഴിയെങ്കിലും, സിന്ധിലെ കറാച്ചി തുറമുഖം വഴിയെങ്കിലും എണ്ണ എത്തിച്ച് പാകിസ്ഥാന്റെ പ്രധാന ഉത്പാദന മേഖലയായ പാക് പഞ്ചാബിലെ വ്യവസായശാലകളിലേക്ക് എണ്ണ എത്തിക്കണമെങ്കിൽ കുവൈറ്റ് വിൽ കം ഇൻ ഹാൻഡി. UAEയുമായി സമാനമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതെല്ലാം എണ്ണയുമായി ബന്ധപ്പെട്ട കരാറുകളാണ്. അപ്പോൾ സൗദിയുമായി നിലവിലുള്ള സായുധ കരാർ പോലെയുള്ള ഒരു സമഗ്രമായ കരാറാണ് ഇപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. അത് പാകിസ്ഥാനോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് എത്ര കാലം അമേരിക്കയുടെ സേനാ താവളങ്ങൾ വെച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും. അവരെ സംബന്ധിച്ചിടത്തോളം, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി വലിയ വൈകാരികമായ ഒരു ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ടെക്നോളജി എത്തിക്കുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതും പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ടെക്നോ കൺട്രോൾ അല്ലെങ്കിൽ ടെക്നോ നിയന്ത്രണവും ടെക്നോ സഹായവും നൽകുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടിപ്പോൾ അമേരിക്കയെ നമ്പി മാത്രമേ മുന്നോട്ട് പോകാനാവൂ. കാരണം ഇറാൻ്റെ ആക്രമണം ചെറുക്കുന്നതിന് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ആവശ്യമാണ്. പക്ഷെ മറുവശത്ത് ചിന്തിച്ചാൽ, അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ തുടരുന്നിടത്തോളം കാലം, ഇറാൻ നിലനിൽക്കുന്നിടത്തോളം കാലം, ഇറാൻ ഒരിക്കലും ഇറാന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ഒരിക്കൽ പോലും മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. ഒരു കരാറിൽ ഏർപ്പെട്ടാൽ പോലും ആ കരാർ, സമാധാന കരാർ ആണോ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടാൽ പോലും അത് അധികകാലം നീണ്ടു നിൽക്കില്ല, അല്പായുസായിരിക്കാനാണ് സാധ്യത. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, തുടർന്നും അമേരിക്കയുടെ സഹായം സ്വീകരിക്കുക, അമേരിക്കൻ താവളങ്ങളിലൂടെ തങ്ങളുടെ സുരക്ഷ ഇതുവരെ ഉറപ്പാക്കിയതുപോലെ എങ്കിലും ഉറപ്പാക്കുക. കാരണം അത് മാത്രം മതിയാവില്ല. ഇറാന്റെ ആക്രമണത്തെ പൂർണ്ണമായി തടയാൻ കഴിയുന്നില്ല. അമേരിക്കൻ താവളങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്നുകൂടി ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇറാൻ ആഗ്രഹിച്ചതും. ഗൾഫ് രാജ്യങ്ങൾ അത് മനസ്സിലാക്കണം എന്നാണ് ഇറാൻ ആഗ്രഹിച്ചത്. അപ്പോൾ സൗദി അറേബ്യ ചൈനയുമായി ഒരു ധാരണയിലെത്തിയിരുന്നു. ചൈനീസ് ആംസ് സൗദി അറേബ്യ നല്ല തോതിൽ വാങ്ങുന്നുണ്ട്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കാൻ ചൈന മധ്യസ്ഥത വഹിച്ചു. അപ്പോൾ ചൈന വേണ്ടി വന്നാൽ അമേരിക്ക എക്സിറ്റ് ആകുന്ന, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം പടിയിറക്കി വിടുക എന്നതല്ല, സ്വാഭാവികമായി അമേരിക്കൻ ഓപ്പറേഷൻസ് അവിടെ കുറച്ച് കൊണ്ടുവരികയാണ് എങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ചൈനീസ് കടന്നു വന്നേക്കാം. അത് അമേരിക്ക ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ആത്യന്തികമായി ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തുള്ള തിങ്കിങ്, ചൈനീസ് കോൺക്ലേവായി ഗൾഫ് പ്രദേശം മാറരുത്. ചൈനയ്ക്ക് ഇറാനുമായി നല്ല അടുപ്പമാണ്, ചൈനയ്ക്ക് പാകിസ്ഥാനുമായി നല്ല അടുപ്പമാണെന്ന് ഓർക്കണം. ഇറാനും പാകിസ്ഥാനും ചൈനയും എല്ലാം ചേർന്ന് ഞങ്ങൾ ഈ പ്രദേശം അങ്ങ് നോക്കിക്കൊള്ളാം, മറ്റൊരു ഭൂഖണ്ഡത്തിലെ ശക്തിയായ അമേരിക്ക ഏഷ്യൻ വൻകരയിൽ വന്നാള് കളിക്കേണ്ട എന്നെങ്ങാനും ഭാവിയിൽ പറഞ്ഞാൽ, ഇപ്പോഴെങ്ങും അത് ചിന്തിക്കാനാവില്ല. പക്ഷേ നാളുകളിൽ അങ്ങനെയാണ് രാഷ്ട്രീയം, ലോകരാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നതെങ്കിൽ ഏഷ്യൻ ശക്തികളെ ഒന്നിച്ചേക്കാം. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റേഴ്സ് ഓഫ് പവറായി മാറിയിരിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ. റഷ്യയുടെ സിംഹഭാഗവും ടെറിട്ടറി സിംഹഭാഗവും ഏഷ്യയിലാണെന്ന് ഓർക്കണം. യൂറോപ്യൻ ശക്തിയാണ് റഷ്യ, പക്ഷേ ഏഷ്യയിൽ വലിയ ഭാഗമുണ്ട്, സൈബീരിയൻ ഭാഗമൊക്കെ ഏഷ്യയിലാണെന്ന് ഓർക്കണം. ആ ഒരു ഘട്ടം നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും UAEയും തമ്മിലും, പാകിസ്ഥാനും സൗദിയും തമ്മിലും, ഇപ്പോഴിതാ പാകിസ്ഥാനും കുവൈറ്റും തമ്മിലും സൈനിക ഉടമ്പടിയൊക്കെ ഒപ്പുവെക്കുമ്പോൾ ചൈനീസ് കണ്ണുകൾ തിളങ്ങുകയാണ്. ആത്യന്തികമായി
ചൈനയ്ക്ക് കൂടി ആ പ്രദേശത്തേക്ക് കടന്നു വരാൻ ഉള്ള സാഹചര്യം ഒരുക്കുകയല്ലേ? കാരണം പാകിസ്ഥാൻ ഒരു കാലത്തും ചൈനയെ തള്ളിപ്പറയാനാവില്ല. അതാണ് പ്രഹേളിക. അമേരിക്കയെ തള്ളിപ്പറഞ്ഞാലും പാകിസ്ഥാന് ചൈനയെ തള്ളിപ്പറയാനാവില്ല. ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ട് ചൈനയ്ക്ക്. പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ചൈനയുമായുള്ള സഹകരണം കാരണമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇതിനെ കഴുകൻ ദൃഷ്ടിയോടുകൂടി തന്നെ, പെൻറ്റഗൺ അതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. പാകിസ്ഥാൻ നിഷ്പക്ഷ രാജ്യമാണെന്നൊന്നും പറയാനാവില്ല, അമേരിക്കൻ പക്ഷപാതിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് ചൈനീസ് പക്ഷപാതി കൂടിയാണ്. അത് സംഭവങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കാലത്തിന് ശേഷവും തങ്ങൾക്ക് മറ്റ് സുരക്ഷാ ഓപ്ഷൻസ് വേണം എന്നാഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന വേളകളാണ്. ഒന്നൊന്നായി ഗൾഫ് രാജ്യങ്ങൾ ചൈനയെയും പാകിസ്ഥാനെയും ആശ്രയിച്ചു തുടങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശന വേളയിൽ ട്രംപ് ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. വൈ ഡോണ്ട് യു ഇൻസിസ്റ്റ് ഓൺ എൻറ്ററിങ് ഇൻ ടു എബ്രഹാമിക് അക്കോർഡ്? പരമാവധി GCC രാജ്യങ്ങൾ, ഏതാണ്ട് എല്ലാ GCC രാജ്യങ്ങളും, കഴിയുമെങ്കിൽ എല്ലാ അറബ് രാജ്യങ്ങളും അബ്രഹാമിൻ്റെ പേരിൽ ഇസ്രയേലുമായി സന്ധി ചെയ്ത് സമാധാന കരാറും സാമ്പത്തിക സഹകരണ കരാറും ഒപ്പിട്ട് നിൽക്കുകയാണെങ്കിൽ ഇസ്രയേലും സുന്നി അറബ് രാജ്യങ്ങളുമെങ്കിലും ഒരു ചേരിയായി അമേരിക്കയോടൊപ്പം നിന്നുകൊള്ളും. ചൈനയ്ക്കോ പാകിസ്ഥാനോ അവിടെ ഒരു ഇടം ഉണ്ടാവരുത്. അമേരിക്കയ്ക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. അമേരിക്കയുടെ സഖ്യരാജ്യമാണ് പാകിസ്ഥാനെങ്കിലും പാകിസ്ഥാൻ UAE അല്ലെങ്കിൽ പാകിസ്ഥാൻ സൗദി അല്ലെങ്കിൽ പാകിസ്ഥാൻ കുവൈറ്റ് സൈനിക സഹകരണം അത്ര നല്ല ഒരു ചിന്തയായി അമേരിക്ക കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സങ്കീർണമാണ് സാഹചര്യങ്ങൾ. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാനുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. പാകിസ്ഥാൻ സന്തോഷപൂർവ്വം തങ്ങളുടെ സാന്നിധ്യം പരമാവധി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കും. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തുർക്കിയും ഈജിപ്തും സൗദിയും പാകിസ്ഥാനും എല്ലാം ചേർന്നുകൊണ്ട് നയിക്കുന്ന ഒരു പ്രാദേശിക ഘടന ഇറാന് ചുറ്റും അങ്ങനെ ഒരു ഘടന ഉണ്ടാവുകയും ഇറാനുമായി ഇവരെല്ലാം ചേർന്ന് സന്ധി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന സൂചന ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. ആ രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം.